നിങ്ങളൊക്കെ കുറേ സംസാരിക്കുന്നവരാണോ? ഏത് സിറ്റുവേഷനിലും നിങ്ങളിട്ട് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും ഞാൻ വായത്തോരാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയാവും, എനിക്ക് പറയേണ്ടത് പറഞ്ഞേ മതിയാവും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും കേൾക്കണം. ബിക്കോസ് നമ്മുടെ ലൈഫിലെ കുറച്ച് സിറ്റുവേഷനിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ് ഒരു പവർഫുൾ ടൂൾ എന്ന് വേണം പറയാനായിട്ട്, സൈലൻസ്. അപ്പോൾ സൈലൻസ് എവിടെയൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം, അത് ഏറ്റവും നല്ലതാണോ. നമ്മുടെ ലൈഫിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മാത്രമേ അതിലൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസ് കൂടുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചോ, ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര പീക്കിൽ നമ്മുടെ ദേഷ്യം നിൽക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഒരു ബാലൻസ്ഡ് ഡിസിഷൻ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, നല്ല എഫേർട്ടുള്ള, നല്ല അതിൽ നിന്ന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. പെട്ടെന്നുള്ള വാശിക്ക് ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഈ മിണ്ടാണ്ടിരിക്കുന്നതിലൂടെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ പല ആക്ഷൻസും ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഷോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ എന്ത് മോശമാണ് ചെയ്തത്. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ റിഗ്രറ്റ് ചെയ്താലും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. ആ കേട്ട വ്യക്തിയുടെ ഉള്ളിൽ അതുപോലെ ഉണ്ടായിരിക്കും, കാലാകാലം അതുപോലെ ഉണ്ടായിരിക്കും, നമുക്കത് മാറ്റാനേ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ദേഷ്യം വരുന്ന സമയത്ത്, ദേഷ്യം എന്നല്ല, ഏത് ഇമോഷൻസ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തി ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കരുത്. അതുപോലെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മതിയായിട്ടുള്ള അറിവില്ല എന്നുണ്ടെങ്കിൽ, ചിലരുണ്ട് പാതി കേട്ട പാടെ അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് അങ്ങ് നിൽക്കും, ഇതിനെക്കുറിച്ച് എനിക്ക് എല്ലാം പറയുന്നുള്ള ഒരു ധാരണയോട് കൂടി നിൽക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ചർച്ചയ്ക്ക് നിൽക്കുന്ന നമുക്കും ഒന്നും അറിയില്ല, കേട്ട വ്യക്തിക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും മണ്ടന്മാരാവാൻ നിൽക്കരുത്. അറിയില്ലെങ്കിൽ ഓപ്പണായിട്ട് അറിയില്ല എന്ന് പറയുക, അറിയുന്നവരെന്താ പറയുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക, ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. അവിടെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. കേൾക്കേണ്ട സമയത്ത് കേൾക്കുക, അതിന് കയറി പറയാൻ നിൽക്കരുത്. അപ്പോൾ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പകുതി നോളജേ ഉള്ളൂ, അയാൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഡിസ്കഷന് നിൽക്കണ്ട, മിണ്ടാണ്ടിരുന്നോളാം. അതുപോലെ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷനിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു കഴിയുന്നത് വരെ നമ്മൾ മനസ്സ് ഫുള്ളായിട്ട് അവിടെ കൊടുത്തിട്ട് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് ഇനി എപ്പോഴാണ് എൻ്റെ ചാൻസ് വരുന്നത് എന്നുള്ളൊരു മനസ്സോട് കൂടി ഇരിക്കരുത്, ഞാനെപ്പോൾ പറയണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കരുത്. അയാൾ പറയുന്നത് ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക, അല്ല ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലോട്ട് എടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഊഴം വരുമ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് മനസ്സമാധാനത്തിൽ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും രണ്ടുപേർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ നിൽക്കരുത്. പൂർണ്ണ മനസ്സോടു കൂടി കേൾക്കാനുള്ളൊരു ഇത് നിങ്ങൾ കാണിക്കണം. പിന്നെ ഒരു പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾ കള്ളം പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഹേർട്ട് ചെയ്യും, ഞാൻ ഈ സംസാരിക്കുന്നതിലൂടെ അയാൾക്ക് ഹേർട്ട് ആവും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളവിടെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്തെങ്കിലും കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് നമ്മൾ കൊടുക്കുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സംസാരിക്കുകയാണ്, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട് വളരെ മോശമായിട്ടുള്ളൊരു കാര്യത്തിലൂടെ കടന്നു പോവുകയാണ്, പലപ്പോഴായിട്ട് നമ്മൾ അത് ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ അവന് വാർണിംഗ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും വീണ്ടും അവനത് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുന്ന പോലെ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജി നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിലൂടെ, അങ്ങനെ ഒരു അഡ്വൈസ് അവന് കൊടുക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ. അവന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, പറഞ്ഞാൽ മനസ്സിലാക്കാത്തൊരു ടൈപ്പാണ്, തലൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെയുള്ള വേറൊരു കാര്യമാണ്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, സംസാരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ അതിനെക്കുറിച്ച് നല്ലോണം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്താണ് ഞാനിനി പറയാൻ പോകുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും, എൻ്റെ ഫീലിങ്സ് ഓക്കെ ആണല്ലോ, ഞാനിതിൽ നിന്ന് എന്താ പറയുക, അവർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷനിലൂടെ കാര്യങ്ങൾ കടന്നു പോവില്ലല്ലോ, ഇതുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ചില സമയത്ത് സൈലൻസ് ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ലൊരു പവർഫുൾ ആൻസർ എന്ന് പറയുന്നത്, സൈലൻസ് തന്നെയായിരിക്കും. സൈലൻസിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ
നേടാനുണ്ടായിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ പോസിറ്റീവാക്കി മാറ്റുന്ന കുറച്ച് ഏരിയാസ് ഒക്കെയാണ് ഇത്, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതിലൂടെ. അല്ലാത്ത പക്ഷം നമ്മൾ ഇതൊക്കെ മറികടന്ന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും ബാക്കിയുള്ളവരുടെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓവറായിട്ട് സംസാരിക്കേണ്ട, ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത്. ഓക്കെ.